നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് ഒരു പ്രധാന എമ്പുരാൻ്റെ പ്രശ്നമുണ്ട്, അതോടെ നിൽക്കട്ടെ. പ്രധാന വാർത്ത ഒരാൾ പറഞ്ഞത്, ഈഴവ സമുദായത്തെ, ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, എമ്പുരാനില്ല, ഈ കേരള രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തെ കോൺഗ്രസിൽ വേണ്ടത്ര അംഗീകാരം കൊടുക്കുന്നില്ല. MLA-മാരുടെയും ഭാരവാഹികളുടെ എണ്ണം വളരെ കുറവ്. അത് വളരെ ശരിയാണ്. അത് ഏതുപോലെ എന്നറിയോ, ഒരു രാജാവിന് മന്ത്രിയും മന്ത്രിയുടെ പ്യൂണും. അപ്പോൾ ഈ പ്യൂണിന് എന്നും പരാതിയുണ്ട്, ഞാൻ വളരെ നേരത്തെ വരും, പക്ഷെ വളരെ വൈകി പോകുന്നത്, എനിക്കിവിടെ തുച്ഛ ശമ്പളം, മന്ത്രിക്ക് വലിയ ശമ്പളം, അത് അനീതിയല്ലേ എന്ന്. ഇപ്പോൾ രാജാവ് പറയും, ശരിയാണല്ലോ, അത് അനീതിയാണല്ലോ. ആട്ടെ, ഒരു സാധനം കൊണ്ട് കുറേ വാഹനം പോകുന്നു, അതെന്താ നോക്കി വരാൻ പറഞ്ഞു പ്യൂണിനോട്. പ്യൂൺ അവിടെ എങ്ങി നോക്കിയിട്ട് പറഞ്ഞ് അത് കുറച്ച് കാളവണ്ടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നും പറഞ്ഞില്ല. മന്ത്രി വിളിച്ചു, എന്താണ് അന്വേഷിക്കുക പറഞ്ഞു. മന്ത്രി അവിടെ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അതിനകത്ത് എന്താണ്, എവിടെ പോകുന്നു, എന്ത് വിലയുണ്ട് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ സാധനം ഖജനാവിലേക്ക് കൊണ്ടുവന്നിട്ടപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടി. അപ്പോൾ രാജാവ് വിളിച്ചു പ്യൂണിനെ, നിങ്ങൾ പറഞ്ഞല്ലേ ഇതാണ് വ്യത്യാസം നിങ്ങൾ തമ്മിൽ. അതുപോലെ എന്തുകൊണ്ടാണ് ഈഴ വിഭാഗത്തിൽ കോൺഗ്രസിൽ പ്രാതിനിധ്യം കിട്ടാത്തത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്നവരും ഈ കോൺഗ്രസ്സിലെ ഈഴ നേതാക്കളും മനസ്സിലാക്കണം, ഈഴവരിൽ 70, 80, ഇപ്പം 90% വോട്ടും പോകുന്നത് LDF-നാണ്. ഈ മുൻകാലങ്ങളിൽ 7 മുതൽ 75 വരെയാണെങ്കിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 75 മുതൽ 80 വരെയും ഈഴ വിഭാഗത്തിൽ വോട്ട് LDF-നാണ്. അത് കഴിഞ്ഞ ബാക്കി കോൺഗ്രസും BJP-യും പോയുള്ളൂ. ഇപ്പം മൂന്നാമതും പിണറായി സഖാവ് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 90% ഈഴവരും വോട്ട് ചെയ്യാൻ പോകുന്നത് ആർക്കാണ്? പിണറായിക്കാണ്. അപ്പോൾ 10% ബാക്കിയുള്ളത്, അല്ലെങ്കിൽ 20% ബാക്കിയുള്ളെങ്കിൽ അതിൽ 10% BJP-ക്ക് പോയി, ബാക്കി 10% ആർക്ക് വരുന്നു? UDF-ന് വരുന്നു. ഈ 10% എന്ന് പറയുന്നതേ ആകെയുള്ള വോട്ടർമാരിൽ 25-ന് 10 എന്ന് പറയുമ്പോൾ 2.5%. 2% വോട്ടാണ് എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്തതിൽ 2.5 ആളാണ് ഈഴവയിൽ നിന്ന് UDF-ന് വോട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് മാത്രമല്ല, UDF-ന്. അപ്പോൾ 100 വോട്ടർമാരിൽ 2.5 വോട്ടാണ് കിട്ടുന്നത് UDF-നെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ മുഖ്യമന്ത്രി വയ്ക്കും? അവരിൽ കൂടുതൽ സീറ്റ് കൊടുക്കും, അവർക്ക് കൂടുതൽ മന്ത്രിമാരെ കൊടുക്കും, കൂടുതൽ MLA-മാരെ കൊടുക്കും. അതൊരു കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഈഴവ വിഭാഗം നേതാക്കളോട് പറയാനുള്ളത്, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം അത് വേണ്ട, അതിപ്പോൾ നടക്കൂല, ആരും സമ്മതിക്കില്ല. നിങ്ങളുടെ വോട്ട് സംഘടിപ്പിക്കണം. ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് ഒരു 50% വോട്ടുകൾ ഈഴവയിൽ നിന്ന് UDF-ന് വാങ്ങിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതി MLA വേണം, അതും കുഴപ്പമില്ല. അതിന് മന്ത്രി വേണം, അതും കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഭാഗത്തിലെ അല്ലെങ്കിൽ സമുദായത്തിലെ വോട്ടിൽ ഒരു 50% UDF-ന് വാങ്ങിച്ചെടുക്കണം. എന്നിട്ട് VM സുധീരൻ വരണം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരണം, വയലാർ സാർ കിടപ്പായല്ലോ, K ബാബു കിടപ്പായി, പിന്നീട് സുധാകരൻ, അങ്ങനെ ആര് വന്നോ, അല്ലെങ്കിൽ അടൂർ പ്രകാശ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളതെന്ന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് വരണമെങ്കിൽ അല്ല ആരെയും കൂടി പറയിപ്പിക്കണമെങ്കിലും ഈ 50% വോട്ടെങ്കിലും നിങ്ങൾ UDF-ൽ വാങ്ങിച്ചിരിക്കണം, അല്ലാതെ നടക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനോട് മറ്റൊരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ എല്ലാം കൂടി അരക്കി കലക്കി പഠിച്ച് അവസാനം അറ്റ് എനി കോസ്റ്റ് എന്ത് രീതിയിലും UDF-ന് അധികാരത്തിൽ കയറ്റാനും LDF നിലനിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്രാദ്ധ പരിശ്രമമാണ്, ഇത് പുള്ളളിയല്ല. പക്ഷെ അതിനിടയിൽ 2-3 അപകടങ്ങൾ കാണുന്നു. ഇപ്പം ഈ എൻപുരാൻ കേസിൽ മല്ലിക സുകുമാരനാണല്ലോ ഇപ്പോഴത്തെ ചെയ്തത്. മല്ലിക സുകുമാരൻ പറഞ്ഞ ഭാഷയുണ്ട്. കാരണം ഇത് പിണറായി സഖാവിനെ പോലെ മുഖ്യമന്ത്രി വേണമെന്ന്, കഴിവുള്ള മുഖ്യമന്ത്രി വേണമെന്ന് ഈ മല്ലിക സുകുമാർജി പറഞ്ഞില്ലേ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആദ്യം മാസമായില്ല, 2024 ഏപ്രിൽ
ഒരു വർഷം അത് കഷ്ടിയായിട്ടുള്ളൂ, ഒരു വർഷമായിട്ടുള്ളൂ. അന്ന് സുകുമാർ കാര്യം പറഞ്ഞു, വലിയ സുകുമാരൻ 20 BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പറഞ്ഞ് അവർ പ്രചരണം കൊടുത്തു, പ്രസ്താവന നടത്തി. അപ്പൊ ആരും പുണ്യവാളനാകണ്ട, പുണ്യവാളത്തിയാകണ്ട. തെറ്റുകൾ എല്ലാവരും ദീപസ്തവം മഹാശ്വരം എനിക്ക് കിട്ടണം പണം എന്ന് കുഞ്ഞനമ്പ്യാർ പറഞ്ഞ പോലെ എല്ലാവരും ഉദ്ദേശം പണം സമ്പാദിക്കുക, പേരെടുക്കുക എന്നാണ്. അല്ല നാട് നന്നാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതി കൂട്ടി നശിപ്പിക്കാനൊന്നും അല്ല. ഈ വിരോധം അന്ധമായ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായ RS വിരോധികളും അല്ല. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആത്മാർത്ഥമായ RS വിരോധത്തിന് ആവശ്യമൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. അതുകൊണ്ട് വലിയ സുഖം നമ്മൾ കുറ്റം പറഞ്ഞില്ല. ഇപ്പൊ പിന്നെ മോഹൻലാലിൻ്റെ ഒരു കണ്ടില്ലേ, എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ദുഃഖം ഉണ്ടായിരുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏടോ മോഹൻലാലെ, നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് നിങ്ങൾ ആ മരിച്ചുപോയ മുരളിയെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ മകൻ അച്ഛനില് പിന്നെ സുകുമാരന് നസീർ, ഞാൻ പറയുന്നില്ല നസീർ ഒരു ഒഴിവഴപ്പനായത്, സത്യനുണ്ടല്ലോ. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ വ്യക്തിത്വം? ആരൊരിക്കലും വ്യക്തിത്വം നസീറിനെ കുറിച്ച് വ്യക്തിത്വം പറയില്ല. ഒരു സരസനായിട്ട് ഒരു എതിർപ്പില്ലാതിരിക്കാൻ വേണ്ടി അതും പറയും ഇതും പറയും എല്ലാം പറഞ്ഞ് എല്ലാവരും കലക്കി കുത്താണ് പോയി. അങ്ങനെ ജീവിതം അവസാനിക്കുകയും ചെയ്തു. സത്യനുണ്ടായല്ലോ, മുരളി ഉണ്ടായില്ലേ, മരിച്ച മുരളി, വേണ്ട സുകുമാരൻ, ഇവര് രാഷ്ട്രീയക്കാരും മലയാളികളില്ലേ, അവർക്ക് വ്യക്തിത്വം ഉണ്ടായില്ലേ? ഈ മോഹൻലാൽ എവിടെയെങ്കിലും ഒരു വ്യക്തിത്വം പറയാൻ പറ്റുമോ? നിങ്ങൾ ഒന്നുകിൽ RS ആകുന്നേ, ഒരു കൊണ്ട കുഴപ്പം. എത്ര പേരായിരിക്കും സുരേഷ് ഗോപിയിൽ എത്ര ആയിരിക്കുന്നു? നിങ്ങൾ എല്ലാവരും സുഖപ്പെടാൻ നേടണമെന്നേ. അതുകൊണ്ട് ആരും ഇല്ലാത്ത ഒരു അവസാനം നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. നിങ്ങൾ പക്ഷം പിടിക്കണം. ഒന്നുകിൽ RS പക്ഷം, അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷം. ഒരു പക്ഷമില്ലാതെ ഈ ഉരുണ്ട് കളിക്കുന്ന അതൊരു അന്തസ്സുള്ളതില്ല, അതൊരു എന്താണ്, അതൊരു ആത്മാഭിമാനമുള്ള ആളല്ലേ. ഇനി എന്താണ് 17 വയസ്സായിട്ട് ആയില്ലോ, പല പല അസുഖങ്ങളുണ്ട് അല്ലെ. പണ്ട് പിന്നെ സുമാർ കൂടി പറഞ്ഞാലേ, നിങ്ങളിലേക്ക് ചെയ്ത് ഉറങ്ങിലൊന്നുമില്ല, എല്ലാം വൈപ്പാണ്. ആ ഊതി ഉറപ്പിച്ചതാണ് അല്ല ആരോഗ്യത്തിനുള്ളൂ. അപ്പം നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ മനുഷ്യത്വമായിട്ട് തീരുമാനിച്ച് ഇനി പേരും പെരുമയും കണ്ട് ശരീരം, ഞാൻ മമ്മൂട്ടിയോട് താക്കി കൊടുത്തല്ലേ, ഞാൻ വെറും മുഴുതിക്ഷയില്ല, സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റാണ്. ഞങ്ങളങ്ങ് സംഘടന ഉണ്ടാക്കിയത്, അത് രജിസ്റ്റേഡ് സംഘടനയാണ്. ആ സംഘടന പ്രതിനിധികൾ പറയാണ്, നിങ്ങൾക്ക് കുറച്ച് ഒതുക്ക്, നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് വ്യായാമം കൊടുക്ക്, വിശ്രമം കൊടുക്ക്. മമ്മൂട്ടിയോട് പറഞ്ഞത് തന്നെയാണ്. ഇനി ആർക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പൊ പെരുമ്പോര ആന്റി പെരുമ്പോരൊക്കെ മുഖം നോക്കിയാണല്ലോ, 10 മുട്ട ആശ്രയിച്ചോ വേവും, ആ രീതിയിലാണ് മുഖം കണ്ടല്ലേ. ടെൻഷൻ എന്തിനത്? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയോ? ആ ടെൻഷൻ കൂടി ബലൂൺ പോലെ പൊട്ടിപ്പോവും. ആർക്കും നിങ്ങൾ ഉണ്ടാക്കണത്? ഒരു മിതമായിട്ടൊക്കെ ചെയ്യും. പേരും പെരുമയും ഇല്ലാത്ത ഇതൊക്കെ എന്തുമാത്രം ആത്മാർത്ഥയുണ്ട്. ഇപ്പൊ സുജാമല്ല, ഇപ്പൊ പൃഥ്വിരാജും കൂട്ടരും പിന്നെ മല്ലിക സുബാമല്ലേ, നാളെ LDF പിന്തുണ മുന്നോട്ട് നീങ്ങിയാണല്ലോ. കോൺഗ്രസ്സുകാരെ നിങ്ങളിൽ ഇത് മാറും, സംഗതി ലൈൻ മാറിയിരിക്കുകയാണ്. അതിന് ഒരു പക്ഷേ BJP കൂടി മുൻപിലത്തെ പ്ലാൻ വെച്ച് ഒരു കൂട്ടവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നു. കാരണം അതേ സ്ഥാനത്ത് അതിനുശേഷം പ്ലാൻ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് പഴയ പ്ലാൻ മാറി. പഴയ പ്ലാനിലെ അവസാന ഘട്ടമാണെന്നാണ്. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നപ്പോഴും അവസാനം LDF ഫാമിലിയും വരും. BJP തൽക്കാലം ഭരണം പ്രതീക്ഷിക്കില്ല. LDF കയറ്റാൻ വേണ്ടിയുള്ള പ്ലാനിന്റെ ഭാഗ്യമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. കളിമക്കളി നടക്കുകയാണ്. പിണറായി വിജയൻ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റു മോഡി ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. ഈ മോഡി ഞാനിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ ബഹുമാനിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അംബേദ്കർ 5 ലക്ഷം ദളിതരായിട്ട് മറ്റേ ബുദ്ധമതം സ്വീകരിച്ചു. അത് നാഗ്പൂർ അടുത്തുള്ള ദീക്ഷാഭൂമി എന്ന സ്ഥലത്താണ്. ദീക്ഷ ഈ അവിടെ വെച്ചാണ്. അവിടെ കഴിഞ്ഞ ദിവസം പോയി നാഗ്പൂർ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജി അവിടെ ചെന്ന് സന്ദർശിച്ചു. സന്ദർശനത്തിൽ ഒരു കുറിപ്പ് വെച്ചു. സാധാരണ സന്ദർശനത്തിൽ നോവൽ എഴുതാറില്ല, 1-2 വാചകത്തിൽ പറയും. അത് സ്വന്തമായിട്ട് എഴുതി ഒപ്പിടും. 2-3 വാചകം അല്ലെങ്കിൽ 3-4 വാചകം അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ്. ഇതിന് 1-2 പേജായിട്ടാണ് തിരുത്തി. അത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തി കാണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വലിയ ആവശ്യമുണ്ടോ? നമ്മൾ കൂടുതൽ സംസാരിച്ച് അത്രയും തെറ്റ് കൂടുള്ളൂ എന്ന് പറയും പോലെ കൂടുതൽ എഴുതി നമുക്ക് ആ തെറ്റില്ലാതെ എഴുതിയാൽ അത്രയും തെറ്റ് കൂടും. അത് മുഴുവൻ തിരുത്തി റെഡ് മഷിയിട്ടാണ് ചാനൽ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ലോകം മുഴുവൻ പോകുന്നതാണ് നല്ല. ഇത് ലോകം അവസാനം വേണ്ട. അത്
സന്ദർശകർ. എന്തിനാണ് മോഡിജി നമ്മളിങ്ങനെ കുറച്ച് അങ്ങേക്ക് അറിയാം, അങ്ങേക്ക് അത്ര കണ്ട് ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, അത് ആയിക്കോട്ടെ. പക്ഷെ പ്രധാനമന്ത്രി ഇതൊന്നും ആവശ്യമില്ല. ഹിന്ദി അറിഞ്ഞിരിക്കും, അത്യാവശ്യം ഹിന്ദി അറിഞ്ഞിരിക്കും. അതാണ് കാമരാജ് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, അതാണ് പുള്ളി പ്രധാനമന്ത്രി ആകരുത്. മോഡിജിക്ക് ഹിന്ദി ഏതാണ്ട് അറിയാം, അത് മതി, അതൊക്കെ മതി. എന്തിന് പിന്നെ നമ്മൾ ഈ ഇല്ലാത്ത പറഞ്ഞ് വലിപ്പിക്കുന്നു? അത് കൊച്ചായി പോലെ ആ വിഷയം വിട്ടുകളയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പറയാനുള്ളത് സംഗതി ലൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വർഷമില്ല അസംബ്ലി ഇലക്ഷൻ, അതിനിടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്. ഇപ്പോഴും കോൺഗ്രസ്സുകാരിലെ ലീഡേഴ്സോ മുസ്ലിം ലീഗുകാരോ മുസ്ലിം ലീഡേഴ്സോ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ എല്ലാം ഒരുവിധം ഒരുമിച്ച് ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തെ പിണക്കും വൈരാഗ്യം മാറ്റി UDFന് ബ്ലോക്ക് വോട്ട് ചെയ്യാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അപ്പോഴാണ് ഓരോ കേൾക്കുന്നത്. എന്താണ്? ഗുരുവായൂർ മുള്ളിക്ക് കൊടുക്കുന്നു, ഇപ്പം പിന്നെ വയനാട് ജോയിക്ക് കൊടുക്കുന്നു. ഇത് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിൽക്കാൻ സാധ്യതയുള്ള അസംബ്ലി മണ്ഡലങ്ങൾ നിങ്ങൾ ഓരോന്നും സുരക്ഷ. വയനാട് ആർക്ക് കൊടുത്ത്? പ്രിയങ്കയ്ക്ക് കൊടുത്ത്, അല്ലെങ്കിൽ രാഹുലിന് കൊടുത്ത്, ഇനി പ്രിയങ്കയുടെ മകൾക്ക് കൊടുക്കും. അവിടെ നിൽക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് മുസ്ലിം സ്ഥാനാർത്ഥി എത്തുന്നത്, അത് നിങ്ങൾ കൊടുത്ത്. ഇപ്പം ഗുരുവായൂർ കൊടുക്കുകയാണ്. എന്താ കാര്യം പറയുന്നല്ലോ, ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ മണ്ഡലത്തിലാണ് ആണല്ലോ. അപ്പോൾ അമ്പലത്തിൽ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുരളി പോലെ ഒരു ഹിന്ദു ഒരു തറവാട് ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല, മാരാരി വിഭാഗമാണുള്ളത്, വരട്ടെ എന്നൊക്കെ പറയാം. അത് തെറ്റും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ തൃക്കാക്കര മണ്ഡലത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി 95% മുസ്ലിങ്ങളല്ലേ? ഇപ്പോൾ കുറച്ച് മാറ്റൂട്ടില്ലോ, അതവിടെ മുസ്ലിം സമരം വന്നിട്ടുണ്ടോ? 100% മുസ്ലിം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കോൺഗ്രസ്സായിട്ട് വീണ്ടും പറയാണ്, ഞങ്ങൾ എല്ലാം മറന്ന് ഇരുമയ്യാണെങ്കിൽ നമ്മൾ ഒറ്റന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒന്നായി UDFന് അധികാരത്തിൽ കയറ്റുക, തന്മൂലം LDF നിലനിർത്തുക എന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എളുപ്പവഴി ക്രിയരുത്. ഞങ്ങൾ ഗുരുവായൂർ പിന്നീട് വയനാട് വന്ന് രാഹുൽ മത്സരിച്ച് എളുപ്പവഴിയിൽ ക്രിയ ചെയ്താണ്. അതിനകത്ത് തെറ്റൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല. അങ്ങനെ ചെയ്യരുത്. ഞാൻ ചോദിട്ട് പിന്നെ ഇപ്പം ഇബ്രാഹിം കുഞ്ഞായത് ഇപ്പം സുഖലായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു മകൻ തോൽക്കാണെന്നറിയോ? മട്ടാഞ്ചേരി ഒരു മണ്ഡലം ഉണ്ടായിരുന്നു, പേരിട്ട് മണ്ഡലം. ആ മണ്ഡലം വികസിപ്പിച്ചു. മട്ടാഞ്ചേരി പേര് മാറ്റുന്നതിനാണ്. അത് കൊച്ചിയിൽ നിന്നിട്ട് കൊച്ചി കോർപ്പറേഷൻ ഒക്കെ 1000 സ്ഥലത്ത് പേരുണ്ട് കൊച്ചിക്ക്. മട്ടാഞ്ചേരി പോയിന്റിൽ മാത്രമേ ഉള്ളൂ. അതവിടെ കുറച്ച് മുസ്ലിങ്ങൾ ഉള്ള വായിക്കാൻ മട്ടാഞ്ചേരി ചെയ്യുക. ആ പേര് മാറ്റം കൂട്ടുന്ന ഇബ്രാഹിം കുഞ്ഞിനാണല്ലോ. വോട്ടർമാരും ഇബ്രാഹിം കുഞ്ഞിൻ്റെ മുഖനായിട്ടുള്ള തകർത്ത് കളഞ്ഞ് പോയി പണിയോടെ പട്ടികളെന്ന് വെച്ചിട്ട് വോട്ട് മറച്ച് ചെയ്തു. അപ്പോൾ എന്താണ്, ഇബ്രാഹിമിനെ സംബന്ധിച്ച് കള്ളമ്പേശ്ശേരി സുരക്ഷമായ സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. മട്ടാഞ്ചേരിയിലെ ഇത് കുഴപ്പമില്ല. അതുപോലെ മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് അവർ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയാൽ ഗുരുവായൂരല്ല ഏതും കൊടുക്കാം. അതുപോലെ കോൺഗ്രസിലെ മുസ്ലിം ലീഡേഴ്സ് ആലോ കിട്ടി അല്ലെങ്കിൽ കളമശ്ശേരി കിട്ടി, അവർക്കൊരു പ്രശ്നമില്ല. അവർക്കെല്ലാം വേണ്ടത് അവരുടെ നിലനിൽപ്പാണ്. ഞങ്ങൾക്ക് വേണ്ടല്ല. ഞങ്ങൾക്കോട്ട് ഈ സമുദായത്തിൻ്റെ മറ്റെല്ലാ സമുദായങ്ങൾക്കും കിട്ടുന്ന പോലെ അത്ര അല്ലെങ്കിൽ ഒരു 90% ആനുപാതികമായിട്ട് എല്ലാ മേഖലയിലും ഈ സമുദായത്തിൽ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വർഗീയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു തെണ്ടി പോയി ഞങ്ങൾ സമ്മതിക്കില്ല. അത് ജനസംഖ്യാനുപാതി സംവരണമാണ്. അത് ആവശ്യമാണ്. ആനുപാതികമായിട്ട് കിട്ടുക, ഒരിക്കലും വർഗീയതയല്ല. അതുപോലെ 50 സീറ്റ് കൊടുക്കണം. ഇപ്പോൾ പറയില്ല 38 കോൺഗ്രസ്സായിട്ട് പറയാണ് 38% വോട്ട് ഈ സമുദായത്തിനാണ് കേരളത്തിൽ. ഉള്ളാളി മാറും. നിങ്ങൾ ലീഗുകാർ പറയുന്നല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രി ലീഗ് കൊടുത്ത് അല്ലെങ്കിൽ 2-4 മന്ത്രിസ്ഥാനം ലീഗ് കൊടുത്ത് എല്ലാം ആക്കാമെന്ന് വിചാരിക്കില്ല. അത് തെറ്റാണ്. അട്ടർലി ഫെയിലിയർ ആവും, ടോട്ടലി റോങ് ആണത്. എന്താണത്? ആകെ മുസ്ലിം വോട്ടർമാരിൽ 3 മാത്രം ലീഗ് അനുഭവമുള്ളൂ. ബാക്കി 2% പുറത്ത് കിടക്കണമെന്നേ. അവർ വോട്ട് പതുക്കെ മാറിയപ്പോഴേ 2 അസംബ്ലി ഇലക്ഷൻ നിങ്ങൾ നക്ഷത്രേണ്ടത്. 3ാമത്തിൽ ഞങ്ങൾ അവരെ ക്ഷമ പറയിപ്പിക്കുകയാണ്, ഞങ്ങൾ മാപ്പ് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ നിൽക്കക്കളില്ല, നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ സംഘടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ ലീഗിലെ വാക്ക് കേട്ട് ഗുരുവായൂർ വെള്ളിക്ക് ഒക്കെ ആക്കിയത്. പിന്നെ നിലമ്പൂർ, പിന്നെ നിങ്ങൾ ഈ 50 സീറ്റ് എവിടെ കൊടുക്കൂടോ കേരളത്തിൽ? കാരണം സ്നേഹിക്കുന്ന ഒരു കാര്യം പറയാം, പക്ഷെ ആദർശത്തിന് ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. മുള്ളിച്ചേട്ട മകനല്ലേ ഗോപി മുരളീധരൻ, കൊടിയേറ്റും ഗോപിച്ചേട്ട മകൻ മുരളി, കൊടിയേറ്റും ഗോപിത്തനം. അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ
ഒരാളുടെ ഫോട്ടോ ഉള്ളൂ, അത് എനിക്ക് ഒരക്ഷരമുള്ളൂ, പല അക്ഷരമില്ല, പല പേരുമില്ല. പുള്ളി പറഞ്ഞില്ല, മാപ്പ് പറഞ്ഞില്ല. പുള്ളി ഇന്നലെ വിട്ടത് ഇത് ആവശ്യം അറിഞ്ഞുള്ളൂ. കാരണം പുള്ളി എടുത്ത തീരുമാനം കറക്റ്റാണ്. ഈ വാവയ ആന്റണിക്ക് എന്ത് വ്യക്തിത്വം, എങ്ങനെയോ ബിനാമി പേരിൽ പണം ഉണ്ടാക്കി നല്ലത്. ഈ ഗോകുലും ഗോപാലും എന്ത് വ്യക്തിത്വം, പലിശയും വാങ്ങിച്ച് പണം ഉണ്ടാക്കി നല്ലത്. അവർക്ക് ഈ ഷർട്ട് വളഞ്ഞ് അങ്ങോട്ട് ഒതുക്കി കൊടുത്തത്. പാവം അതില് പൃഥ്വിരാജന് ചെറുപ്പല്ലേ, അധികം മറ്റൊന്നുമില്ലല്ലോ. പൃഥ്വിരാജന് പെടുത്തി അയാളും അവസാനം നിൽക്കുകളിൽ ക്ഷമ പറഞ്ഞു. പക്ഷെ ക്ഷമ പറയാത്ത ഒരാളുണ്ട്. അവിടെയാണ് വ്യക്തിത്വം, ആത്മാഭിമാനം എന്ന് പറഞ്ഞത്, അഭിമാനം എന്ന് പറഞ്ഞത്. അതാണ് ഒടിയേറ്റം ഗോപിച്ചേട്ടൻ്റെ മകൻ മുരളി ഗോപി. പുള്ളി പറഞ്ഞില്ല. അതുപോലെ ഞങ്ങൾ അഭിമാനം വിൽക്കാൻ തയ്യാറില്ല. UDF അധികാരത്തിൽ കയറ്റാൻ നമ്മൾ തയ്യാറാണ്. ആത്മാർത്ഥമായിട്ട് പറയാണ്, UDF അധികാരത്തിൽ കയറ്റാൻ ഞങ്ങൾ എല്ലാ ശ്രമവും ചെയ്യും, കയറ്റുകയും ചെയ്യും. ഒരു സംശയക്കാര്യത്തില്ല. ഈ പിണറായി സഖാവും മോഡിയും കൂടി എന്ത് കളിച്ചാലും 38% വോട്ട് അല്ലെങ്കിൽ 39% വോട്ടർമാൻ 39% ഈ സമുദായത്തിൽ കേരളത്തിലുണ്ട്. ഉണ്ടെങ്കിൽ എന്നല്ല, അൺലൈക്ലി കണ്ടീഷൻ ഇല്ല, കറക്റ്റ് അത് ഉണ്ട്. അതിൽ 10-29% വോട്ടിട്ട് ജയിക്കാം. അപ്പം അതുകൊണ്ട് ഭരണം കയറാണ്. അത് എന്തുകൊണ്ടറിയോ? LDF തോൽപ്പിക്കാനല്ല, LDF നിലനിർത്താൻ. LDF നശിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ക്രിയ ചെയ്യുമ്പോൾ ഓരോരുത്തർ നിങ്ങൾ സുരക്ഷ സീറ്റ് കിട്ടി. ലീഗിനെ സംബന്ധിച്ച് എന്താ, അവർക്ക് 10-15 സീറ്റ് കിട്ടി, അവർക്ക് എന്ത് മുഴുവൻ കോൺഗ്രസ് ഇട്ടാലും കുഴപ്പമില്ല. മുഴുവൻ കോൺഗ്രസ് കൊടുക്കുകയും ചെയ്യും, അവസാനം തോറ്റു പോവുകയും ചെയ്യും. അത് ബീഹാർ നമുക്ക് അനുഭവമാണല്ലോ. അത് കാണാനുള്ള ബുദ്ധിയൊന്നും ഈ ലീഗിനില്ല. ലീഗിനുണ്ടായിരുന്നെങ്കിൽ അവരെ പേര് മാറ്റി ദേശീയതായിൽ പാർട്ടി ഉണ്ടെങ്കിലോ ഇന്ന് അവർക്ക് കേരളത്തിൽ മുഖ്യസ്ഥാനം ചോദിക്കല്ല, അവരെ തളിയിൽ വെച്ച് കൊടുക്കും. അത് ബുദ്ധി വേണം. അല്ല വെറുതെ താടി തൊപ്പിയും ബിരിയാണി കഴിച്ചില്ല. അത് ഇബ്രാഹിമിനെ പോലെയുള്ള രാഷ്ട്രീയത്തിലൊന്ന് ലീഗിൻ്റെ ഒക്കെ ടോപ്പ് ആണ് ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം എന്ത് രാഷ്ട്രീയ, എന്ത് അംബേദ്കർ അറിയാം, എന്ത് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാം. അങ്ങനെ അറിയാമെങ്കിൽ സമുദായത്തെ ബാധിക്കണ്ടേ? ഞാൻ വ്യക്തിയുടെ ഉള്ളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഈ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കണ്ണെടുക്കുമ്പോൾ മാത്രം നമുക്ക് എതിർപ്പ്. അത് ഞങ്ങൾ ശക്തപ്പെട്ട് എതിർക്കും, ഏത് വാപ്പായാലും എതിർക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഇബ്രാഹിം കുഞ്ഞ് മട്ടാഞ്ചേരി സീറ്റ് നിങ്ങൾ ആ സീറ്റിൻ്റെ പേര് മാറ്റിയത്? എന്ത് കാരണം കൊണ്ട്? മട്ടാഞ്ചേരിക്ക് എന്താണ് അയോഗ്യത ഉണ്ടായത്? കൊച്ചിയിൽ പേര് മാറ്റിയില്ലേ? ഇപ്പോൾ BJPക്കാർ പേര് മാറ്റി, അത് അവർ ജാതി കളിക്കുന്നുണ്ടാ. ആ മുസ്ലിം നാമമുള്ള പേര് ഹിന്ദു നാമാക്കുന്നു. അത് ഒരു പോളിസിന് നോക്കുക. മട്ടാഞ്ചേരി എന്ന സീറ്റ് പേര് മാറ്റിയപ്പോൾ എന്ത് കാരണമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ലീഗുകാരോടും ചോദിക്കണം, ഇബ്രാഹിമിനും ചോദിക്കണം. മട്ടാഞ്ചേരിക്ക് എന്തായാലും കുഴപ്പം? അല്പം വ്യക്തിത്വമുള്ള മുസ്ലിങ്ങളുടെ ഒരു വ്യക്തിത്വം അറിയപ്പെടുന്ന മട്ടാഞ്ചേരി എന്ന് പറയുന്നത്, അത് ആ പേരുകൾ മാറ്റി. അത് നിങ്ങൾ കളമശ്ശേരി സീറ്റ് കിട്ടിയപ്പോഴേ പിന്നെ നിങ്ങൾ ഒന്നും നോക്കിയില്ല. ഇതിനെ ലീഗ് മൊത്തത്തിൽ നോക്കുന്നത്. അവർക്ക് 10-20 സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ അത് ഇനി നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങളോട് നമ്മൾ മാതൃകാപരമായിട്ട് സ്നേഹമുണ്ട്, നിങ്ങൾ ബഹുമാനിക്കും, നിങ്ങൾ അധികാരത്തിൽ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അടിസ്ഥാനപരമായ അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഭീരുവാകാൻ തയ്യാറില്ല. 50 സീറ്റ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ലീഗ് ഉൾപ്പെടെ മറ്റേതെങ്കിലും പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ്. ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾ ഒരാൾ പോലും കൊടുക്കാൻ പറയില്ല. അത് ചില സാമുദായിക സംഘമുണ്ട്, എൻ്റെ ഒരാൾക്കായിരുന്നു അവർ തീർന്നു. ഇപ്പോൾ AP കാന്തൂര് അലുവയിൽ നിൽക്കുമ്പോൾ യൂസഫ്, ഇവിടെ ഇബ്രാഹിം കുഞ്ഞ്, രണ്ടുപേരും നിർത്തി കഴിഞ്ഞാൽ പുള്ളിയുടെ ആദ്യം തീർന്നു. ഞങ്ങളൊന്നും പറയുന്നില്ല, ആര് വീട് നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷെ 50 സീറ്റ് ഇത് എവിടെ കൊടുക്കുന്നു ചോദിക്കണം. അതിലൊന്നാണ് ഗുരുവായൂർ, അതിലൊന്നാണ് ഇപ്പോൾ നിലമ്പൂർ. കാരണം മറ്റേത് നിലമ്പൂർ രാജിവെച്ച MLA അൻവർ എന്നൊരു രാഷ്ട്രീയക്കാരാണോ? അദ്ദേഹം പണം സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മകൻ നടത്തുപോലെ പണം സൂക്ഷിക്കാൻ വേണ്ടി അത് നല്ല രാഷ്ട്രീയത്തിലൂടെ എന്ത് ആദർശം പൊളിറ്റിക്കൽ ഉണ്ട്? പൊളിറ്റിക്കൽ ഇങ്ങനെ അതൊക്കെയാണോ? LDF തന്നെ ഉടനെ UDF സപ്പോർട്ട് ചെയ്ത് വേണ്ടേ? എന്തെല്ലാം കളി കളിച്ചെല്ലാം കളഞ്ഞിരിക്കല്ലേ? അത് ചാടിപ്പറഞ്ഞ് ആരാണ്? അയാൾ ആ സമുദായത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എടോ, സമുദായത്തിൽ വേരില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വേരുണ്ടാവില്ല. സമുദായത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. നിലനിൽപ്പിലെ വളരണമെങ്കിൽ സമൂഹത്തെ തിരക്കണം. ഇതൊക്കെ വലിയ ഫിലോസഫിയാണ്. ഇത് അൻവർ അറിയാമെങ്കിൽ അവന് മറ്റേ ആലിയാര് മുഹമ്മയുടെ മകനോട് വേർപ്പോട് ഒറ്റ പ്രഖ്യാപനം, ഞാൻ ജോയി നിർത്തും. എടോ, 10-80% സീറ്റുള്ള നിലമ്പൂരിൽ കൊണ്ട് നിങ്ങൾ ജോയി നിർത്തിയാൽ പിന്നെ ഇത് നിങ്ങൾ എവിടെ നിർത്തണേ? നിങ്ങൾ ശ്രമിച്ചറിയോ?
അവിടെ അച്ചായന്മാർ ബന്ധമുള്ള സീറ്റ് അപ്പുറത്ത് കിടപ്പുണ്ട്, അത് പുള്ളി എടുത്ത് അപ്പോൾ അച്ചായന്മാർ വോട്ട് കിട്ടി ഈച്ച ജയിക്കാന്നാ. അതൊന്നും അച്ചായന്മാർക്കൊന്നും അങ്ങനെയൊന്നും എൻ്റെ പോയിന്റ് നിങ്ങൾ നിന്നാൽ പേര് നോക്കി ചെയ്യാൻ പറ്റില്ല. അവർ വേറെ ചില അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ കണക്കൂട്ടലൊക്കെ ഉണ്ട്, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു അൻവറാണല്ലോ പാവാണല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങ് ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ടില്ല. ചരിത്രം അതാണ്, ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അൻവറിൻ്റെ വാക്ക് കേട്ട് കോൺഗ്രസ്സുകാർ ഇതുപോലെ വൃത്തിയേട് ചെയ്താൽ ഹക്ക് സത്യമായിട്ട് പറയുന്നു ഭരണം ആളുകൾ കൊണ്ടുപോകും. പിന്നെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞങ്ങൾ സമുദായത്തിലെ ആൾക്കാർ അവർ തെന്നിപ്പോവുകയും ചെയ്യും. അവർ നോക്കും, സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ നോക്കും ആ ജനസംഖ്യ ആനുപാതികമായിട്ട് 4-1 അല്ലെങ്കിൽ 5-1 അല്ലെങ്കിൽ 3-1 അത് മിനിമം 50 സീറ്റെങ്കിലും ഈ സമുദായത്തിന് കൊടുക്കണം. നിങ്ങൾ UDF അധികാരത്തിൽ കയറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയറില്ലെന്ന് മാത്രമല്ല LDF ഭരണം കൊണ്ടുപോകും. കാരണം ഈ സമുദായം മൊത്തത്തിൽ പിണക്കും. അവർക്ക് ജനസംഖ്യാനുപാതി നോക്കുള്ളൂ, അല്ലെങ്കിൽ ആര് കൊടുക്കുന്നു നോക്കില്ല. അവർക്ക് വേണ്ട തരും ഉപതാപം. എനിക്ക് വേണ്ട ഒരു സീറ്റ് വേണ്ട. ഇതുപോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് വോട്ടർമാർ അവർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ ഈ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം. അത് ഉരുണ്ട് കളിച്ചാൽ അപകടമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, കണക്കുകൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, 9% നായർ വിഭാഗത്തിൽ BJP പോയി കഴിഞ്ഞ് കിട്ടും 1% വോട്ടാണ്. അതായത് 100 വോട്ട് പറയുമ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞ വ്യക്തിയോട് 100 വോട്ട് ചെയ്യുമ്പോൾ 1.1 വോട്ടാണ് UDF നായർ വിഭാഗത്തിൽ കേരളത്തിൽ കിട്ടുന്നത്. കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. ഇത് പോങ്ങറ്റമല്ല, ഇത് ലീഗിൻ്റെ ബിരിയാണി എന്ന് പറയുന്നതല്ല, അന്തസ്സായിട്ട് പഠിച്ചിട്ട് ശരിയല്ല. 100 വോട്ട് ചെയ്യുമ്പോൾ 1.1 വോട്ടാണ് UDF കിട്ടുന്നത് നായർ വിഭാഗത്തിൽ കേരളത്തിൽ. എന്നിട്ട് അവർ മുഖ്യമന്ത്രി വേണമെന്ന് ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു, കുഴപ്പമില്ല. അതുപോലെ 100 വോട്ട് ചെയ്യുമ്പോൾ 1.1 വോട്ടാണ് ഈഴവന് കിട്ടുന്നത്. അവർ മുഖ്യമന്ത്രി അതും എടുത്തോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 100 വോട്ട് ചെയ്താൽ അവർക്ക് ഇപ്പോൾ 10% 5% ഏതാണ്ട് 5 പേര് 100 വോട്ട് ചെയ്യുമ്പോൾ 5 പേരിലും ക്രിസ്ത്യൻ സമുദായം വോട്ട് ചെയ്യും UDF. അത് പെട്ടെന്ന് മാറാനും പറ്റില്ല. പക്ഷെ അവർ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതും ഞങ്ങൾക്ക് വരാതില്ല. ഒരു വോട്ട് മാത്രം ചെയ്യുന്ന ഈ നായർക്കോ, ഒരു വോട്ട് മാത്രം ചെയ്ത് ഈഴവനോ, അല്ലെങ്കിൽ 5 വോട്ട് കിട്ടുന്ന ക്രിസ്ത്യാനിയോ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഞങ്ങൾ അവർ കീഴിൽ നിൽക്കാൻ തയ്യാറാണ്. യാതൊരു ഡിമാൻഡ് മുഖ്യമന്ത്രി കൊണ്ട് ഞങ്ങൾ പറയില്ല. വാസ്തു അർഹത കണ്ടിട്ട് പോലും പറയില്ല, കാരണം അത് പറ്റിയ ബന്ധങ്ങളാണ്. പക്ഷേ ആ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും കൊടുക്കണം. അത് ദളിതിനും കൊടുക്കണം, ഈഴവൻ്റെ കാര്യമല്ല, വോട്ട് കൂടി കണക്കിലെടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഇത് 10% 40 സീറ്റ് കൊടുക്കുക, അത് ജയിക്കുന്ന സീറ്റാണ് ആദ്യം പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ഊമ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കാക്കാമാർക്ക് കൊടുക്കുക, അത് വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് മാന്യമായിട്ട് ന്യായമായിട്ടും സത്യസന്ധമായിട്ടും പറയാം. ഞാനത് CHൻ്റെ ഭാഷയാണ് കടമെടുക്കുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗുകാരല്ലോ, കുഞ്ഞാലിയെ പോലെ അല്ലേ ഇത്. അദ്ദേഹം എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ 1 മണി പോലും നമുക്ക് കൊടുക്കൂല. മറ്റുള്ളവർക്ക് അവകാശം 1 മണി നമുക്ക് വേണ്ടതനം. അതാണ് ബുദ്ധി, അതാണ് യുക്തി, അതാണ് സയൻസ്, അതാണ് ശാസ്ത്രം. മനസ്സിലായില്ലേ? അതിന് ഞങ്ങളും പറയുന്നത്, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞാൽ അതേ ഇതിന് ഞങ്ങളും പറയുന്നുള്ളൂ. എന്താ പറയുന്നത്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഈ സമുദായത്തിലെ എല്ലാ സമുദായങ്ങളും കിട്ടേണ്ടി കൊടുക്കണം. അല്ല അല്പം സ്വല്പം വ്യത്യാസം വരെ കുഴപ്പമില്ല. അതല്ലാതെ ഉള്ളതെല്ലാം നിങ്ങൾ പങ്കിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ പ്രബല സമുദായത്തിന് പിന്നെ ഇതിലും ബുക്കും മൂലം കൊടുത്ത് അതൊന്നും വേണ്ട. അങ്ങനെയുള്ള അഭ്യാസമൊന്നും എടുക്കണ്ട. നിങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നുള്ളൂ, ആരാധിക്കുന്നില്ല. ആരാധിക്കുന്ന ദൈവത്തോടുള്ളൂ. നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കും, അതും തടസ്സമില്ല. പക്ഷെ വീണ്ടും പറയുന്നത്, ഗുരുവായൂർ നിലമ്പൂരൊക്കെ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ പങ്കിട്ട് കൊടുത്തിട്ട് അവസാനം 10 ആൾ നിശ്ചയിച്ചുമ്പോൾ വിടാൻ സീറ്റില്ല, പിന്നെ എവിടെയും കൂടി നിർത്തും. അതൊന്നും വേണ്ട. ആദ്യമായിട്ട് ഈ സമുദായത്തിൽ കൊടുക്കാനുള്ള സീറ്റ് ഏറ്റെടുത്ത് നിങ്ങൾ തീരുമാനിച്ചോ, ഞങ്ങൾ പറഞ്ഞ് മാത്രം കേൾക്കണ്ട, അതങ്ങോട്ട് ആദ്യം മാറ്റി വയ്ക്കണം. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. എന്നിട്ട് ബാക്കി നിങ്ങൾ വീതിച്ചെടുത്തോ, കുഴപ്പമില്ല. ഞങ്ങൾ ബ്ലോക്ക് 95% വോട്ടും UDF ചെയ്യാം. 95% വോട്ട് മുസ്ലിങ്ങൾ ചെയ്താൽ 38-39%. മനസ്സിലായി? 100 വോട്ടർമാർക്കുണ്ടെങ്കിൽ 38-39 വോട്ടായി. ഈസിയായിട്ട് ജയിക്കാം. 31 ജയിക്കാം, ഭരിക്കാം. അപ്പോൾ അതുങ്ങൾക്ക് മറ്റെല്ലാം കൂടി കിട്ടും. ആയിക്കോട്ടെ, അതും കുഴപ്പമില്ല. ഇതിന് വ്യതിരിക്തമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ തങ്ങളെയും കുഞ്ഞാലിക്കാരും കണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആവുമെന്ന് ആത്മാർത്ഥമായിട്ടും ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാം.
അപ്പം പലരും പറയുന്നുണ്ട് 7 വർഷം കിട്ടിയില്ല, 7 ജില്ലയില്ലോ. എവിടെയാണ് നിങ്ങൾ വാ പൊളിച്ചിരുന്നത്? ഈഴ സമുദായ നേതാക്കൾ വോട്ട് മുഴുവൻ LDF കൊണ്ടുപോയപ്പോഴേ നിങ്ങൾ എവിടെ വായ പൊളിച്ചിരുന്നത്? ഇപ്പോൾ ആൾ സുഖമില്ലാതിരിപ്പട്ടില്ല, നമ്മുടെ പിന്നെയാണ് വയലാർ രവി. അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാ സുഖലോലുപതയും, മുഖ്യമന്ത്രി ഒഴിച്ച് പേര് എല്ലാ ആനുകൂല്യം കോടികൾ സമ്പാദിച്ചാണ് വയലാർ രവി ഇപ്പോൾ സുഖലേക്കാണ്. ഒരു മറ്റുണ്ടായിരുന്ന പുരുഷോത്തമങ്ങളെ ഒരുപടി ആൾക്കാർ അതെല്ലാം സമ്പാദിച്ച് കോടികളുണ്ടാക്കി. അതൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ സമുദായത്തിൽ വോട്ട് എന്ത് വാങ്ങിച്ചില്ല UDF വേണ്ടി. പതുക്കെ പതുക്കെ തല ഉയർത്തി വരുന്നുണ്ട്. ഒരു അന്തോണിയൊന്ന് മുഖ്യമന്ത്രി ചെറിയ ശ്രമം, പുള്ളിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ 4-5 പേര് പാർട്ടിയിൽ ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യാഭിലാഷം പോലെ ഒരു കൈ നോട്ടമുണ്ട്. അത് വേണ്ട മോനെ ആന്റണി ചേട്ടാ, അതൊന്നും ഇനി വേണ്ട, അതൊക്കെ മനസ്സിലിരുന്നാൽ മതി. അങ്ങനെ ചെയ്താൽ തോൽപ്പിച്ചോളയും. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചിന്ത വന്നാൽ മത്സരിക്കാൻ ചെയ്തു. നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ് ആർക്കെന്ന സീറ്റ് കൊടുക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത്. 2 പ്രാവശ്യം ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ആണെങ്കിൽ തന്നെ പിന്നെ നീക്കുപോക്ക് എന്ന നിലയിൽ, അടവ് നയം എന്ന നിലയിൽ, അണ്ടർസ്റ്റാൻഡിബിൾ മാറ്റം വരുത്തട്ടെ. അത് കമ്മ്യൂണിതൊന്നും വേണ്ട. ലക്ഷങ്ങളുടെ വല്ല ഫ്രഷായിട്ട് കാണുന്നുണ്ട്. ഇപ്പം തന്നെ മല്ലികാ സുമാൻ്റെ ആ വാക്ക് കേൾക്കുമ്പോഴല്ലോ പൃഥ്വിരാജ് വല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി കളി മാറും, ജനങ്ങൾ ഒഴുകും. അതിന് BJP നേരത്തെ പ്ലാൻ വെച്ചത് BJP അതിനുവേണ്ടി തയ്യാറെടുത്തോ എന്നൊക്കെ ആക്കണം. കാരണം ഇത് 2-3 വർഷം എടുത്ത് തീരുമാനം ഒന്നും എടുത്ത കാര്യമില്ല. 2-3 വർഷം മുമ്പ് എടുത്ത പ്ലാനിങ്ങാണ് ഇപ്പോൾ ഈ എൻപുരാൻ ഇറങ്ങുന്നത്. അതിൽ എന്തുമാത്രം അവരുടെയൊക്കെ ആത്മാർത്ഥയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൽ സുരേഷ് ഗോപിയുടെ നിലപാട് എന്തായിരുന്നു, മോഹൻലാൽ നിലപാട് എന്തായിരുന്നു, പെരുമ്പാവൂർ ആന്റണി നിലപാട് എന്തായിരുന്നു, ഗോപാലൻ നിലപാട്, ഇവരെല്ലാം LDF അധികാരത്തിൽ വരണം ആഗ്രഹിക്കുന്നവരാ, സംശയമൊന്നുമില്ല. ആരുമല്ല, വെള്ളിയിൽ മാത്രം കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ബാക്കി എല്ലാവരും LDF പിണറായി സഖാവ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് കളി നടക്കുന്ന അത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരെ, UDFകാരെ, ലീഗുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ധരിക്കുന്നതല്ല കളി നടക്കുന്നത്. നിങ്ങളിപ്പോഴും ഗ്രൂപ്പ് ഉണ്ടാക്കി തർക്കമുണ്ടാക്കാൻ പോവാണ്. അത് വേണ്ട. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് രൂപം കൊടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ വളരെ മാസ്റ്റർ പ്ലാൻ ചെയ്താണ്, വലിയൊരു ബ്ലൂ പ്രിൻ്റാണ്. കാരണം സോണിയ കോൺഗ്രസിനെ കൊണ്ട് മാത്രം ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല. അവർ കൂടെ നിൽക്കുന്ന മുന്നണിപ്പെട്ട ആൾക്കാർ വന്നിട്ടും പോരാ. പിന്നെ ആര് വേണം? സോണിയ കോൺഗ്രസിനോട് യോജിപ്പില്ലാത്ത കോടിക്കണക്കിന് വോട്ടർമാർ ഇന്ത്യയിലുണ്ട്. അവരുടെ വോട്ടുകൂടി കിട്ടിയാലേ സോണിയ ഗോവിന്ദിനെ ഭരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് അവർ സോണിയയുടെ കൂടെ നിൽക്കാൻ ചെയ്യില്ല അവർ രാഹുൽ കൂടെ വരില്ല. പക്ഷെ അവരെ ഞങ്ങൾ സംഘടിപ്പിച്ചെടുത്ത് ദേശീയ ലെവലിൽ, ഇത് മുന്നണിയല്ല, ഇതിൻ്റെ കളിയിൽ വലിയ കളി പുറകിലുണ്ട്, സപ്പോർട്ടുണ്ട്, വൻ ഗ്രൂപ്പിൽ സപ്പോർട്ടുണ്ട്. പക്ഷേ മൊയ്തീൻ ഷാ ഇപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ, വൻ സപ്പോർട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ട് എന്താ വെച്ചാൽ വോട്ട് വാങ്ങി അത് രാഹുൽ കോൺഗ്രസ് കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഭരണത്തിൽ കയറുക. എന്നിട്ട് ഇന്നലെ പറഞ്ഞല്ലേ, ചെറിയൊരു ആശ്വാസം എല്ലാവർക്കും ഉണ്ടാക്കുക, ജാതി മത ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുക, ജീവിത നിലവാരം ഉണ്ടാക്കുക. അത് വലിയ മാസ്റ്റർ പ്ലാനാണ്. അങ്ങനെ വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വർഷങ്ങളുടെ തീരുമാനമെടുത്ത് തുടങ്ങുമ്പോഴേ ഇവിടെ കോൺഗ്രസ് ഇങ്ങനെ വളഞ്ഞ് എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്തിട്ട് പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺഗ്രസ്, UDF നേതാക്കൾ, നമ്മൾ ഈ പറഞ്ഞ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ സ്ഥാനമാനങ്ങൾ പങ്കിട്ട്, അതിൽ പ്രത്യേകിച്ച് ഈ 40% വരുന്ന സമുദായത്തിന് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ടത് ഒരു സീറ്റ് പോലും കുറവുണ്ട്. അർഹതപ്പെട്ടിൽ നിന്ന് 10-20% കുറച്ചോ എന്നാലും ഞങ്ങൾ സമ്മതിക്കുക. കാരണം അങ്ങനെയൊക്കെയാണല്ലോ കിടപ്പ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അമിക്കബിൾ സെറ്റിൽമെൻറ്റും. അത് ചെയ്ത് ആദ്യം അത് മാറ്റി വയ്ക്കണം. ഇപ്പോഴേ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം പല സ്ഥാനമാനങ്ങളും നിങ്ങൾ പങ്കിട്ട് കഴിഞ്ഞ് മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്, പുറത്ത് വന്നില്ല എന്നുള്ളൂ, രഹസ്യമായിട്ട് പുറത്തുണ്ട്. അവിടെ ഒന്നും ഈ പറഞ്ഞ ഒരു കാണുന്നില്ല. ആ ലീഗ് നിങ്ങൾ 10-20 സീറ്റ് കൊടുക്കും, അതിന് 25 കൊടുക്കും. ആ ഈ 2-3-4 പോലെ 2-5-10 സീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ കൈ കഴുകി സുഖമായിട്ട് മുഖ്യമന്ത്രിയാകുന്ന ചോദിച്ചാൽ നടക്കാൻ പോകുന്നില്ല. കുഞ്ഞാക്ക പറഞ്ഞിട്ടും കാര്യമില്ല. കുഞ്ഞാക്ക പറഞ്ഞാലും 3-1 മാത്രം സപ്പോർട്ടുള്ളൂ. കേരള മുസ്ലിങ്ങൾ 3 ലീഗിന് സപ്പോർട്ടുള്ളൂ. അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.